ഹലോ, ഞാൻ ഡോക്ടർ അരുൺ, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി, കിംസ് ഹെൽത്ത്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് അന്നനാളത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. അക്കലേസിയ കാർഡിയ എന്ന രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അക്കലേസിയ കാർഡിയ എന്ന് വെച്ചാൽ നമ്മുടെ അന്നനാളത്തിലെ അന്നനാളവും ആമാശയം ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ. അതിലുണ്ടാകുന്ന അത് ശരിക്കും ഓപ്പൺ ആവാത്ത ഒരു കണ്ടീഷനാണ് അക്കലേസിയ കാർഡിയ എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് പ്രായത്തിൽ വേണോ അഫക്റ്റ് ചെയ്യാം. സാധാരണഗതിയിൽ 20-നും 50-നും ഇടയിലാണ് കണ്ടുവരുന്നത്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എങ്ങനെ രണ്ടുപേർക്കും ഈക്വലായിട്ട് അഫക്റ്റ് ചെയ്യാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിലെ ആ നോർമൽ പ്രഷർ കാരണം, ആ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം ആ ഫുഡ് താഴോട്ട് എത്തുകയും അന്നനാളത്തിൻ്റെ ആ താഴത്തുള്ള വാൽവ് തുറന്ന് അത് സ്റ്റൊമക്കിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ അന്നനാളത്തിൻ്റെ ആ വാൽവ് ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് താഴോട്ട് ഇറങ്ങാത്ത ഒരു അവസ്ഥയും, പോകെ അതിൻ്റെ ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് അക്കലേസിയ കാർഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? മെയിനായിട്ട് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്. അത് സോളിഡ് ഫുഡ് ആവാം, അതല്ലെങ്കിൽ ജലം, ലിക്വിഡ്സിനും നമുക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ ഭക്ഷണം തികട്ടി വരിക, റീഗർജിറ്റേഷൻ. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഇത് അവസ്ഥയിലോട്ട് പോകുമ്പോൾ ചിലവർക്ക് വെയിറ്റ് ലോസ് അനുഭവപ്പെടാം. നമുക്ക് ഫുഡൊന്നും താഴോട്ട് ഇറങ്ങാതെ, അബ്സോർപ്ഷനൊന്നും നടക്കാതെ ഇത് കുറേ നാൾ അൺഡിറ്റക്റ്റഡ് ആയത് പോകുമ്പോൾ വെയിറ്റ് ലോസ് സംഭവിക്കാം. പിന്നെ ചിലവർക്ക് നെഞ്ചുവേദന, ചെസ്റ്റ് പെയിനുമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അസുഖം കണ്ടുപിടിക്കുന്നത് നമ്മൾ എൻഡോസ്കോപ്പി കൂടെയാണ്. അപ്പോൾ എൻഡോസ്കോപ്പി എല്ലാവർക്കും അറിയാം, വായിക്കൂടെ ട്യൂബ് ഇട്ട് നമ്മൾ ക്യാമറ ഇട്ട് നോക്കുന്ന ടെസ്റ്റാണ് എൻഡോസ്കോപ്പി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അന്നനാളം കുറച്ച് ഡയലേറ്റഡ് ആയിട്ട് കാണാം. സ്കൂപ്പ് പോകുമ്പോൾ അന്നനാളത്തിൻ്റെ താഴെ അറ്റം, അതായത് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ തുറക്കാനുള്ള താമസം. പിന്നെ ഇത് കൺഫേം ചെയ്യുന്നത് നമുക്ക് ഈസോഫേജിയൽ മാനോമെട്രി എന്ന് പറയും, അതായത് അന്നനാളത്തിലെ പ്രഷർ നോക്കുന്ന ടെസ്റ്റ്, മാനോമെട്രി. ഇതിൽ വെച്ചിട്ട് നമുക്ക് അന്നനാളത്തിലെ മൂവ്മെൻറ്റ്സും ടൈറ്റായിട്ടിരിക്കുന്ന വാൽവിൻ്റെ അവസ്ഥയുമെല്ലാം നമുക്ക് മാനോമെട്രിയിൽ അറിയാൻ പറ്റും. പിന്നെ വേറെ ഉപകരിക്കുന്നത് ബേരിയം സോളോ എന്ന് പറയുന്നത്, ബേരിയം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അന്നനാളത്തിൽ ഇത് ബേരിയം എത്രത്തോളം തങ്ങി നിൽക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പണ്ട് ഇതിന് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു അക്കലേസിയ കാർഡിയ. ഇപ്പോൾ ശാസ്ത്രം പുരോഗമനമനുസരിച്ച് ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് 3 ചികിത്സാ രീതിയാണ് അക്കലേസിയ കാർഡിയയ്ക്ക് ഉള്ളത്. ഒന്ന്, നമ്മൾ ഒരു ബലൂൺ, അതായത് എൻഡോസ്കോപ്പി വഴി ഒരു ബലൂൺ കടത്തിവിട്ട് താഴെയറ്റത്തെ വാൽവിനെ പൊട്ടിക്കുന്ന ഒരു പ്രക്രിയ, ന്യൂമാറ്റിക് ഡയലറ്റേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ടെമ്പററി ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 4-5 തവണയൊക്കെ നമുക്ക് ന്യൂമാറ്റിക് ഡയലറ്റേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള നൂതന ഇതെന്ന് പറയുന്നത് പോയം, എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് പറയും. അതിൻ്റെ പേരാണ് പോയം, പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി. പിന്നെ ഉള്ളത് സർജിക്കൽ മയോട്ടമി, അതായത് സർജറി ചെയ്ത് നമ്മളെ ആ വാൽവിൻ്റെ അറ്റം ഓപ്പൺ ആക്കി വിടുന്നതിനെയാണ് സർജിക്കൽ മയോട്ടമി എന്ന് പറയും. ഇപ്പം സർജിക്കൽ മയോട്ടമിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസും അത് ഇൻവേസീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് എൻഡോസ്കോപ്പിക് പ്രൊസീജിയറാണ്. അതിൻ്റെ പേരാണ് പോയം, പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി. ഇത് നമുക്ക് വായിക്കൂടെ തന്നെ, അതായത് എൻഡോസ്കോപ്പ് വഴി കൂടെ തന്നെ അന്നനാളത്തിൻ്റെ ടൈറ്റായിട്ടിരിക്കുന്ന മേൽഭാഗത്തിലോട്ട് നമുക്ക് എൻഡോസ്കോപ്പ് കടത്തി അവിടെ ഒരു മുറിവുണ്ടാക്കി ഏതാണോ ടൈറ്റായിരിക്കുന്ന മസിൽ അത് നമുക്ക് എൻഡോസ്കോപ്പി വഴി ആക്സസ് ചെയ്ത് മസിൽ കട്ട് ചെയ്ത് നമുക്കിത് അസുഖത്തിന് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ഇത് ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം നമുക്ക് സേഫായിട്ട് ഡിസ്ചാർജ് ആയി പോവാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി 95-99% ഇതിൽ നിന്നും ആൾക്കാർക്ക് രോഗമുക്തി കിട്ടും. എന്നാൽ ചിലവർക്ക് ഇത് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ സർജിക്കൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്, അതായത് നമ്മളിത് അന്നനാളത്തിൻ്റെ വാൽവ് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ആസിഡ് റിഫ്ലക്സ്, അതായത് സ്റ്റൊമക്കിലുണ്ടാകുന്ന ആസിഡ് തികട്ടി തിരിച്ചു മേളിലോട്ട് വരുമ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അക്കലേസിയ കാർഡിയ ഇപ്പോൾ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇന്നത് കൊണ്ടാണ് അക്കലേസിയ കാർഡിയ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ആ മസിലിൻ്റെ ഒരു ജനറ്റിക്കലായിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം കാരണമാണ്, മസിൽ ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ അക്കലേസിയ കാർഡിയ വരുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ എൻഡോസ്കോപ്പി വഴി, അതായത് പോയം പ്രൊസീജിയർ വെച്ച് നമുക്ക് സുഖമായിട്ട് ട്രീറ്റ് ചെയ്യാം.